ഇപ്പോൾ ഷഹീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മകൻ അരുൺകുമാറിൻ്റെ ബാട്ടണിലെ വീട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഷഹീദ് ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കും എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ വിപുലമാക്കിയിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള AKG സെന്ററിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അവസാന യാത്ര, അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് AKG സെന്ററിന്റെ മുറ്റത്ത് നമുക്ക് മുദ്രാവാക്യങ്ങളുടെ ഒരു വലിയ കടൽ തന്നെ കാണാം. കാരണം പ്രിയ സഖാവേ VSA എന്നുള്ള മുദ്രാവാക്യം അത് ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ അദ്ദേഹത്തിന് അവസാന യാത്രയപ്പ് നൽകുന്നതാണ് നമുക്ക് AKG സെന്ററിന് മുൻപിൽ കാണാൻ കഴിയുന്നത്. സമൂഹത്തിലെ നിസ്വർഗമായിട്ടുള്ള കർഷക തൊഴിലാളികൾക്ക് അന്തസ്സാർന്ന ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പിന്നീട് സാമൂഹിക ചരിത്രത്തിലെ പലവിധത്തിലുള്ള മാനങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ VSനെ അടുത്തറിഞ്ഞു. VSന്റെ സാമൂഹിക ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ച പലതരത്തിലുള്ള നിമിഷങ്ങൾ നമ്മൾ കണ്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് 2019 അവസാനം VS ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്, AKG സെന്ററിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം നമുക്കറിയാം പക്ഷാഘാതം പിടിപെട്ട് പിന്നീട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹം വീട്ടിൽ തന്നെ വിശ്രമ ജീവിതത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കലും AKG സെന്ററിലേക്ക്, അതല്ലെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത്രത്തോളം ഹൃദയവായ്പോടെ ഒരു മനുഷ്യനെ നമ്മൾ യാത്രയാക്കുന്ന അവസാന അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിന് അദ്ദേഹത്തിന് AKG സെന്ററിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AKG സെന്ററിലേക്ക് എത്തുമ്പോൾ ആവേശം അണപൊട്ടുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾക്ക് ജീവൻ പകരുന്നുണ്ട്. പ്രിയ സഖാവേ VSA ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല എന്ന ആവേശത്തോടുകൂടി അണികൾ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അതടക്കം നമുക്ക് വൈകാരികമായി AKG സെന്ററിന്റെ മുറ്റത്ത് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഈ ദൃശ്യം കാണുകയാണ്. ഏതാണ്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനവും കടന്നുകൊണ്ടുള്ള നീണ്ട നിര അതിങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് PMG ബാട്ടൺ ഹില്ലിലെ വേലിക്കകത്തെ അരുൺകുമാറിന്റെ വീട്ടിലേക്കാണ്. അവിടെയായിരിക്കും ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുക. അതിനുശേഷം നാളെ രാവിലെ 9 മണിക്ക് ഈ ദർബാർ ഹാളിൽ ഔദ്യോഗിക പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം 80 വർഷക്കാലം VSന്റെ നിലയ്ക്കാത്ത പോരാട്ട വീര്യം അത് അദ്ദേഹത്തെ നിത്യയൗവനത്തിലാക്കി. അവസാന നിമിഷം, അതായത് ഇത്തവണയും അദ്ദേഹം ഏതാണ്ട് 28 ദിവസങ്ങൾക്ക് മുൻപ് പട്ടം SUT ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഏതാണ്ടെല്ലാം അവസാനിച്ചുവെന്ന് പാർട്ടി പ്രവർത്തകരും അതേപോലെ തന്നെ സാധാരണക്കാരും വിശ്വസിച്ച ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പോരാടുന്നത് നമ്മൾ കണ്ടതാണ്. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരടക്കം VSന്റെ ആരോഗ്യനില എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചതാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം അവസാന നിമിഷവും പാടുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ഭൗതിക ശരീരം AKG സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോഴും പാർട്ടി പ്രവർത്തകർ, പാർട്ടി അണികൾ അദ്ദേഹത്തിന് വേണ്ടി ഉയർന്ന മുദ്രാവാക്യം ഉയർത്തി ആ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തെ, ആ സമരത്തെ, ഒരുപക്ഷെ നമ്മൾ മതികെട്ടാനിലടക്കം കണ്ട VSന്റെ സമരം അത് പിന്നീട് മൂന്നാറിലും ഏറ്റവും അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ സമരങ്ങൾ അത് നമ്മൾ പൊമ്പുള ഒരുമ സമരത്തിലൊക്കെ കണ്ടതാണ്. അങ്ങനെ നിലയ്ക്കാത്ത ഒരു സമരമായി VS മാറിയത് നമ്മൾ കണ്ടതാണ്. ആ പോരാട്ട വീര്യം അത് അവസാനിക്കുന്നില്ല. അത് എല്ലാ കാലത്തും CPMന്റെ ചരിത്രത്തിൽ, ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലൊക്കെ അടയാളപ്പെടുത്തും എന്ന തരത്തിലേക്കുള്ള മുദ്രാവാക്യം AKG സെന്ററിന്റെ മുൻപിൽ മുഴങ്ങുന്നുണ്ട്. സ്കേൻ ക്യൂ അവസാനിക്കുന്നില്ല, ഇപ്പോഴും ജനാരവം അവസാനിക്കുന്നില്ല. VS എന്ന അതികായനെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വളരെ വൈകാതെ തന്നെ ഈ AKG ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും VSന്റെ മൃതദേഹം ബാട്ടണിലുള്ള അരുൺകുമാറിൻ്റെ വസതിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്ര നേരമായി ഏതാണ്ട് 11 മണി കഴിഞ്ഞ് 16 മിനിറ്റായിരിക്കുന്നു. ഇത്രയധികം നേരമായിട്ടും പിരിഞ്ഞു പോകാതെ ജനങ്ങൾ അവിടെ തടിച്ചുകൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഒരുപക്ഷെ ഈ ജനക്കൂട്ടത്തിനൊക്കെ തന്നെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ ജനക്കൂട്ടമാണിത്, ഇവർക്കൊക്കെ തന്നെ VS എന്ന് പറയുന്ന വ്യക്തിയെ അറിയാം, VS എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അറിയാം. അധികാരത്തിൻ്റെ കസേരകളിൽ എത്തിയപ്പോഴും ഒരു മാറ്റവും ഉണ്ടാകാതെ ജനങ്ങൾക്ക് നടുവിലൂടെ നടന്നുപോയ ആ പോരാളിയായ വിപ്ലവകാരിയെ അറിയാം. ഈ ഉജ്ജ്വല നക്ഷത്രം എരിഞ്ഞടങ്ങി എന്നുള്ള യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാകാതെ അവരിപ്പോഴും VSന്റെ ഹൃദയമിടിപ്പ് സൂക്ഷിക്കുന്നവരാണ്. ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞ VSന്റെ ചിത്രം അവർക്ക് മറക്കാൻ കഴിയില്ല. ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഇത്ര നേരം കഴിഞ്ഞിട്ടും ഇത്രയധികം ആളുകൾ AKG ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത കാലം തലസ്ഥാന നഗരം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയുടെ സൂചനയായി നമുക്കിത് കാണാൻ കഴിയും. നാളെയും മറ്റന്നാളും ഒരുപക്ഷെ VSന് വിട നൽകാൻ നമ്മുടെ സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ഒരുങ്ങുമ്പോൾ ഈ വലിയൊരു ജനക്കൂട്ടമായിരിക്കും അദ്ദേഹത്തിന്
തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇപ്പോൾ ഈ AKG ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കിടക്കുകയാണ്. ജനമനസ്സുകളിൽ ഈ വലിയ വിപ്ലവകാരിക്ക് മരണമില്ല, ഞങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കുമെന്ന് വിളിച്ചു പറയുന്ന ജനങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ളത്.